മച്ചാമാരെ കൊച്ചു ഫിഷിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വീടുകാർക്കും മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് എവിടെയാ പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം നാട് സീയത്തോട്ടിലാണെങ്കിൽ നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടിയില്ല വെച്ചാൽ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേസ് നമ്മൾ നേരെ ചൂണ്ടിടാൻ വേണ്ടി പോകുന്ന ഈ ഒരു സ്പോട്ടിലാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ നല്ല രീതിക്ക് മീനെ കിട്ടില്ലെന്നുള്ളത്. കാരണം വെച്ചാൽ നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ എത്തിയേക്കുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, കാണാൻ എന്ത് നൈസാണ് നോക്കിയാൽ കേസ്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നല്ല രീതിക്ക് വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് വല്ല ഫിഷിനെ വല്ലതും കിട്ടും ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആഴം എങ്ങനെയാണെന്ന് ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ കേസ്, കാണാൻ എന്ത് അടിപൊളിയാണ് നോക്കിയേ കേസ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടി ഇവിടെയൊക്കെ നോക്കാൻ നോട്ട് ആ ഒരു സ്പോട്ടിലൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം കിട്ടുമെന്നില്ല, മീനെ കിട്ടുമില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും കഴിച്ചുകൊണ്ട് കഴിയാണല്ലോ കേസ്. അപ്പോൾ ഇവിടുന്ന് എവിടുന്നെങ്കിലും നമുക്കൊരു കമ്പോ എന്തെങ്കിലുമൊക്കെ ഒടിച്ചൊക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മുളയുടെ ഒരു സംഭവം നിൽക്കുന്നു കേസ്. ഇവിടെ ഒരു മുളയൊക്കെ വെട്ടാം. ഓക്കെ, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം. കമ്പ് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. മച്ചാമാരെ അങ്ങനെ ഒരു സംഭവം വീടുണ്ട്. കുഴപ്പമില്ലാത്തൊരു കമ്പായിട്ട് അച്ഛൻ കൊണ്ട് വളർന്നത് നമുക്ക് നല്ല ഒന്ന് കണ്ടിച്ചേരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ കിട്ടണം. നല്ല രീതിക്ക് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ നമുക്ക് ആ ഒരു സ്പോട്ടിലോട്ട് വെച്ച് നോക്കാം. ഓക്കെ, അപ്പം വെച്ചാൽ പറയാം അങ്ങനെ നമ്മൾ നേരെ കമ്പൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അപ്പുറത്തോട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകണം. ഇതുവഴിയൊന്നും വഴിയൊന്നുമില്ല. നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് നിൽക്കി നോക്കാം. പിന്നെ എന്തെങ്കിലും കിട്ടുമല്ലോ നോക്കൊക്കെ. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. ഒരു വഴി കൂടെ ഇങ്ങനെ നടക്കാം. കാണാൻ നൈസായിട്ടുള്ളൊരു ആറ് കേട്ടോ. അപ്പം ഇവിടെ ഇനി നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ഉണ്ടാണ്ട് ഇന്ന് എന്തോ കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. അപ്പം നമ്മൾ വന്നേക്കുന്നത് എൻ്റെ ഈ ഒരു സ്പോട്ടിലാണ്. അപ്പം ഇവിടെ നോക്കി ഗൈസ്, കാണാൻ നൈസായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇട്ട് നോക്കാം കിട്ടുമില്ലോ എന്നുള്ളത്. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് നേരെ ആയിട്ട് നൂല് കാര്യങ്ങളും കിട്ടാൻ വേണ്ടി പോകണേ. അപ്പം നമ്മൾ ഒരു കിട്ടില്ല സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ചൂണ്ടയൊക്കെ എടുക്കാൻ വേണ്ടി പോകണേ. അതിന് മുന്നേ നമ്മളിവിടെ ഇടാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരുന്നത്. നമ്മളവിടെ ഈ ഒരു ചെറിയ ചൂണ്ടാണെങ്കിൽ നമ്മളിന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് വേറൊരു ചൂണ്ട കയറി കുടിയും കിടക്കുന്നതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പിന്നെ തീറ്റയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ഒരു ഇഡ്ഡിലോച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളോർക്കും ഇതിപ്പോൾ അപ്പപ്പൊടി ആയിരിക്കും, പക്ഷേ ഇത് അപ്പപ്പൊടി ഒന്നുമല്ല, ഇതിനകത്തുണ്ട് സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഈ ബോട്ട് നോക്കാം. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇത് സെറ്റ് അയച്ചാൽ നമുക്ക് സാധനം എടുക്കാം. കുഞ്ഞൻ ഒരു ചൂണ്ടയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഉണ്ടാകും ചെറിയൊരു ചൂണ്ടയാണ്, കാരണം പൊടിമീനെ പിടിക്കാൻ ഇതാണ് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, കൊത്തുമെങ്കിൽ കിട്ടിയെങ്കിൽ കിട്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ടൊക്കെ ഒരു കെട്ടൊക്കെ വീടുന്നില്ല.
നോർമൽ ഒരു കെട്ട കെട്ടിയേക്കുന്നുണ്ട്, വലിയ കെട്ടൊന്നുമല്ല, നല്ല കഴിഞ്ഞ് പോകാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കെന്ന് വെച്ചാൽ പുട്ടുപൊടി എന്ന് പറഞ്ഞല്ലോ ഗൈസ്, ഇത് പുട്ടുപൊടിയല്ല, ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പം മനസ്സിലാവും ഗൈസ്, ഇത് നമ്മുടെ മാഗിയുടെ കവറാണ് ഗൈസ്. ഇതിനകത്ത് നമ്മൾ മൈദ നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടോ, മൈദ നല്ല പേസ്റ്റ് പോലെ ഇരിക്കുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് കുഴച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അയ്യണം കൈ. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് മയപ്പെടുത്തി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വേറൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൈദേനെ കേട്ടോ, ഇത് മൈദ മാത്രമല്ല, ഇത് ബിസ്ക്കറ്റും ഉണ്ട്. അപ്പം ബിസ്ക്കറ്റ് ആദ്യം നല്ല രീതിക്ക് ഒന്ന് പൊടിച്ചങ്ങ് ഇടുക. ഓക്കെ, എന്നിട്ട് അല്പം മൈദയും കൂടി ഇട്ടിട്ട് നമുക്ക് വേണ്ട അത്രയും നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഇലയും കൂടെ പറിക്കാവേ. ഓക്കെ, ഇപ്പം എന്തായാലും ഇത്രയും തീറ്റി ഇപ്പം മതിയായിരിക്കും. ബാക്കി മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നോക്കിയിട്ട് നമ്മൾ വേണം, വീണ്ടും നമ്മൾ കുഴക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഇത്ര എടുക്കാം, ബാക്കി നെക്സ്റ്റിന് കൈ കിട്ടുന്നുണ്ട്. നല്ല ഒടുക്കുണ്ട്. അതിന് ജസ്റ്റ് നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. നല്ല ഒഴുക്കുണ്ടാകണ്ട്, ഇടുന്ന പാടെ നമ്മുടെ മൈദ എല്ലാം കൂടെ ഒഴുകി പോകും കേട്ടോ. നല്ല ഒഴുക്കില്ലാത്തൊരു ഏരിയ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നല്ല ഒഴുക്കാണേ, എന്നാലും നമുക്ക് നോക്കാം. ഇങ്ങോട്ടിട്ട് നിർത്തിക്കോട്ടാ, നല്ല മീനെ കിട്ടിടേ. ഇപ്പം മച്ചാന്മാരെ നമുക്ക് ഇവിടുന്ന് ഒരു മീനും കിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ നല്ല രീതിക്ക് വെള്ളത്തിന്റെ ഒഴുക്കുണ്ട്. ഓക്കെ, കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ചെക്ക് ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളത്തിന്റെ ഒഴുക്കുണ്ട്. അപ്പം എന്തായാലും ജസ്റ്റ് ചെക്ക് ഡാം വെച്ചിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ നല്ല രീതിക്കുള്ള വെള്ളക്കൂടുതൽ കേട്ടോ, അതുകൊണ്ട് നമുക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പോയി നോക്കുവാണേ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് ആ ചെക്ക് ഡാം ഒന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ചെക്ക് ഡാമല്ല, അതൊരു ഡാമാണ് നമ്മുടെ. ഓക്കെ ഗൈസ്, അപ്പം ഇതുകൊണ്ട് അതാണ് ഡാമേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ആ ഡാം. അപ്പോൾ നല്ല രീതിക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് മാത്രം നമുക്ക് ഇവിടുന്ന് ഒരു തേങ്ങയും കിട്ടത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അല്ല പിടിക്കാൻ വേണ്ടി പോകും, നമ്മളിവിടുന്ന് ജസ്റ്റ് നമ്മൾ കളം മാറ്റി പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ നേരെ സീത്തോട്ടി പോകാൻ വേണ്ടി പോകണം. അപ്പം നമുക്ക് മേളിൽ കാണാൻ വേണ്ടി പിടിച്ചിരിക്കും നമ്മുടെ ഡാം കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട്ടിക്കൂടാണ്. ഓക്കെ, കാരണം കാടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തീരത്തോട്ടിലെ ആറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിക്ക് മീനൊക്കെ ഉണ്ട്, വേറെ കാര്യം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ആ ഒരു സ്പോട്ടിലോട്ട് കേട്ടോ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഈ ഒരു വാഴത്തോട്ടമൊക്കെ കേട്ടോ,
നമ്മളിതിൻ്റെ ഓരം പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നേരെ പോവാണേ. അപ്പം നമ്മൾ മുമ്പ് പോയ ആറും ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ ഫിഷിങ് സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും കേസ് ഇവിടെ എല്ലാം ചൂണ്ടയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇത് ചൂണ്ടുന്നതിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടേക്ക് ആൾക്കാരൊക്കെ ചൂണ്ടയൊക്കെ ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടുമില്ല എന്നുള്ളത്. അപ്പം നോക്കിയൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ടേ. അപ്പം എന്തായാലും നമ്മൾ ഇവിടേക്കാണ് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നേരെ കല്ലാപ്പരയിലോട്ട് ഞാൻ തുടങ്ങാം. അപ്പോൾ മച്ചാമാരെ, ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ചൂണ്ട വെച്ചത് നമ്മുടെ ചൂണ്ടയല്ല, അതായത് ബംഗാളിയുടെ ചൂണ്ടയാണ്. ഓക്കെ, അപ്പോൾ അവന്മാർ ഇവിടെ ചൂണ്ട എടുത്തിട്ട് വെച്ച സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം എടുക്കുക. കാരണം വെച്ചാൽ നല്ല നീളമുള്ളൊരു സ്റ്റിക്കൊക്കെയാണ് അമ്മയുടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാരുടെ ചൂണ്ടയിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇവിടെ വെട്ടിയാണ്ട് നമുക്ക് നല്ല വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ചൂണ്ട നമ്മളെടുത്തത്. പക്ഷെ നമ്മളിന്ന് ഹിന്ദിക്കാരന്മാരുടെ ചൂണ്ടയിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു തെർമാക്കോളും കൂടെ പീസും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിക്കുകയാണെങ്കിൽ ഇതിലിട്ട് അനങ്ങാൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കി ഇതിനേക്കാളും എത്ര ഹൈറ്റാണ് വയ്ക്കുന്നത്. നല്ല കിട്ടില്ല സ്റ്റിക്കാണ് അത്. നല്ലൊരു കമ്പാണ്, മുളയുടെ കമ്പാണ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഇടാം. അപ്പോൾ സെൻറ്ററൊക്കെ നോക്കണമെങ്കിൽ അവിടെ എല്ലാം മീൻ ഇങ്ങനെ കുത്തി ഇരിക്കുന്നത് കാണാൻ പറ്റുമേ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് ഇറങ്ങി പേടിക്കാൻ വേണ്ടി. ഇപ്പോൾ താഴെ ഒന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ആപ്പുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇടാൻ വേണ്ടി പോട്ടോ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ കിട്ടിയില്ല നമ്മൾ. അപ്പം മച്ചാമാരെ, എനിക്കിപ്പോൾ നല്ല രീതിക്ക് സങ്കടമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ഇന്നത്തെ വീഡിയോയോട് കൂടി 2 വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു 2 വീഡിയോയിലും നമുക്ക് മീനെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ചാനലായിട്ട് ഒരു മീനെ പോലും നമ്മൾ പിടിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ തീർത്തൊട്ട് പല ഭാഗത്ത് ചൂണ്ടയിട്ട് നോക്കി. ഓക്കെ, കൈ ചൂണ്ടയിട്ട് നോക്കി, ഒരു കുഞ്ഞു മീൻ പോലും നമ്മുടെ തീറ്റയെ കൊത്തുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ തോട്ടിലൊക്കെ വെള്ളമൊക്കെ കയറിയുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിടുന്ന മൈദ കാര്യങ്ങളൊന്നും വേണ്ട ഗീസ്. അതുകൊണ്ട് ഒരു മീൻ പോലും കൊത്തുന്നില്ല. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊരു ഫിഷിംഗ് റാഡ് മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു ഫിഷിംഗ് റാഡൊക്കെ നമ്മൾ മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വേറെ, അതായത് നമ്മൾ ഈ ഒരു സ്പോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ പല ഏരിയയിലായിട്ട് നമ്മൾ ഇനി ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്നൊക്കെ നല്ല കിട്ടായിട്ടുള്ള കൊമ്പന്മാരെ നമ്മൾ പിടിച്ച് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില്ല ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.